ഫീമെയിൽ അനാഫിലിസ് മോസ്കിറ്റോ വഴിയാണ് മലേറിയ പടരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. അതായത് നമുക്ക് ഈ രോഗം ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് രക്തം സ്വീകരിച്ചാലും ഇത് പകരാം. അതുപോലെ ഈ രോഗി ഉപയോഗിച്ച നീഡിൽസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതുവഴിയും ഈ രോഗം പകരാനായിട്ട് സാധ്യതയുണ്ട്. നീഡിൽസ് ഒക്കെ ഇപ്പൊ നമ്മൾ ഡിസ്പോസിബിൾ സിറിഞ്ച് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ രീതികളിലൂടെ ഒക്കെ ഇത് പകരാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു പകർച്ചവ്യാധി തന്നെയാണ്. കൃത്യമായിട്ട് ഒരു ആപൽഘട്ടത്തിലേക്ക് പോകാതെ ചികിത്സ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അപകടകാരി തന്നെ. ഈ രോഗം പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുന്ന അവകാശപ്പെടുന്നുണ്ട്, അതുപോലെ നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ട്. മലേറിയ ബാധിച്ചാലുള്ള ചില ലക്ഷണങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ ചിലരൊക്കെ. ആദ്യമായിട്ട് അറിയേണ്ട മറ്റൊരു സംഗതി, ഈ അനാഫിലിസ് മോസ്കിറ്റോ കടിക്കുന്ന എല്ലാവർക്കും ഈ രോഗം ബാധിച്ചോളും നിർബന്ധമൊന്നുമില്ല. കാരണം അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമാണത്. തുടർച്ചയായിട്ട് ഇടവിട്ട് വിട്ടുവിട്ട് പനി വരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് മലേറിയയിൽ കോമൺ ആയിട്ട് കാണിക്കുന്ന ലക്ഷണം. പനി വരുന്നു പോകുന്നു അങ്ങനെ ഒരു ഇന്റർമിറ്റന്റ് ഫീവർ എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടുള്ള പനിയാണ്. ഈ പനിയോടുകൂടി തന്നെ ജലദോഷം ഉണ്ടാവാറുണ്ട്, അതുപോലെ വിറയിൽ ഉണ്ടാവാറുണ്ട്, വിറപ്പനി. ഇതും ഈ രോഗാവസ്ഥയുടെ ലക്ഷണമാണ്. ഈ രോഗാവസ്ഥയിൽ കാണിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് തലവേദന. കലശലായ തലവേദന ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്ധികളിൽ തോറും വേദന ഉണ്ടാവാറുണ്ട്, മസിൽസിലും വേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മലേറിയ ബാധിച്ച രോഗിക്ക് കടുത്ത ക്ഷീണം അനുഭവപ്പെടാറുണ്ട്, ഓക്കാനവും ഛർദിയും ഉണ്ടാവാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടും കൂടെ ഒരുമിച്ചോ കാണാറുണ്ട്. ഈ പനി ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറി വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ, ഇതിനിടയ്ക്ക് കലശലായിട്ട് വിയർപ്പും ഉണ്ടാകാറുണ്ട്. അതും ഈ രോഗാവസ്ഥയിൽ കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. രോഗം കുറച്ചുകൂടെ മൂർച്ഛിക്കുന്ന അവസ്ഥയില് വയറുവേദനയും വയറിളക്കവും ചുമയും കൂടെ ചില രോഗികളിൽ കണ്ടുവരാറുണ്ട്. മലേറിയ രോഗം ബാധിച്ച കൊതുകുകടി ഏറ്റതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലോ രോഗലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. അത് ഈ രോഗപ്രതിരോധ ശേഷിക്ക് അനുസരിച്ചിരിക്കുന്ന അർത്ഥം. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മലേറിയ ആണെന്ന് സംശയിക്കണം. ഒട്ടും വൈകാതെ കഴിയും വേഗത്തിൽ ചികിത്സ ആരംഭിക്കേണ്ടതാണ്. ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഇതിന് ശരീരവേദനയുണ്ട്, സന്ധികളിൽ വേദന വരുന്നുണ്ട്, മസിൽസിൽ പെയിൻ വരുന്നുണ്ട്, വിട്ടുവിട്ട് പനി വരുന്നുണ്ട്, അതുപോലെ ദഹന തകരാറ് വരുന്നുണ്ട്, ആമാവസ്ഥയുണ്ട്, അഗ്നിമാന്ദ്യമുണ്ട്. അതുകൊണ്ടാണ് വയറുവേദനയും വയറിളക്കവും ഒക്കെ ഉണ്ടാകുന്നത്. ഭയങ്കര ക്ഷീണവും തളർച്ചയും തോന്നുന്നുണ്ട്. വിട്ടുവിട്ട് പനി വരിക, വിറപ്പനി വരിക എന്ന് പറയുമ്പോൾ അതൊരു വാതിക ജ്വരത്തിന്റെ ലക്ഷണമാണ്. വാതാധികമായിട്ടുണ്ടാകുന്ന ജ്വരം ആയിട്ടാണ് മലേറിയ കണക്കാക്കേണ്ടത്. ഇതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ട്, ഒരു വൈറൽ രോഗാവസ്ഥ ആയതുകൊണ്ട് തന്നെ വളരെ കാലം നീണ്ടു നിൽക്കാം. രോഗതീവ്രതയ്ക്ക് അനുസരിച്ചും രോഗപ്രതിരോധ ശേഷിക്ക് അനുസരിച്ചും അതിന്റെ ലക്ഷണങ്ങളും അത് താങ്ങാനുള്ള കഴിവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് രോഗാവസ്ഥ മാറിപ്പോയാൽ പോലും ക്ഷീണവും തളർച്ചയും നിലനിൽക്കാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത് ഒരു ആധുനിക കാഴ്ചപ്പാടാണ് മലേറിയ എന്നുള്ള രോഗാവസ്ഥ. നമുക്ക് രോഗി പ്രദർശിപ്പിക്കുന്ന ഈ ലക്ഷണങ്ങളിലൂടെ ഒരു ദോഷ നിരൂപണം നടത്തിയാണ് ഇത്തരം രോഗാവസ്ഥകളിൽ ആയുർവേദ ചികിത്സ നിശ്ചയിക്കുക. ജനപദോദ്വംസനീയ വികാരങ്ങൾ എന്ന് പറയുന്ന പകർച്ചവ്യാധികൾ ആയുർവേദ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചു വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.